ഇന്ത്യ മഹാരാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ, ഇത്രയേറെ പണം കൊണ്ടുവന്ന ഒരു ചെടി വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതായിരുന്നു വിശ്വാസം. ഈ ചെടി വെക്കുന്ന വീടുകൾ, സ്ഥാപനങ്ങൾ, ഓഫീസ്, കമ്പനികളെല്ലാം സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടും, വൻ പുരോഗതി കൈവരിക്കുമെന്നായിരുന്നു ഇത് പബ്ലിഷ് ചെയ്തപ്പോൾ കമ്പനിക്കാരിറക്കിയത്. എന്നാൽ ഇത് വെച്ച ഒരു സ്ഥാപനങ്ങളോ വീടുകളോ ഒന്നും അഭിവൃദ്ധിപ്പെട്ടതായിട്ടോ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടോ ഇന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മളിത് സാധാരണ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. നമ്മളിത് എടുത്ത് പറയാനുള്ള കാരണം മറ്റൊന്നും കൊണ്ടല്ല, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിച്ച് നമ്മുടെ ഹൃദയത്തിലോട്ട് സ്വീകരിക്കുന്നതിന് മുമ്പായി ഇത്തരത്തിലുള്ള ഒന്നും നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ജീവിതത്തിലോ ഉണ്ടാകാൻ പാടില്ല എന്ന് കർത്താവ് അടിവരയിട്ട് പറയുന്നുണ്ട്. അതിപ്രകാരം പറയുന്നത് ലൂക്കാ സുവിശേഷത്തിൽ അതിൻ്റെ 6-ാം അധ്യായത്തിൽ 46-ാം തിരുവചനം, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. എൻ്റെ പ്രിയപ്പെട്ട ആ വചനഭാഗം എല്ലാവരും ഒന്നെടുത്ത് വായിക്കണം. ഞാൻ തുടർന്ന് വായിക്കാത്ത എന്നാന്ന് വെച്ചാൽ നമുക്ക് ടൈമിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിന് ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങളുടെയും അനാചാരങ്ങളുടെ ഒരു സംഭവത്തിൽ നിന്നല്ല കർത്താവ് നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നത്. അവനായിരിക്കുന്നത് കൊണ്ടും അവൻ്റെ കരുണയായിരിക്കുന്നത് കൊണ്ടും അവൻ്റെ മക്കൾ നാം ആയിരിക്കുന്നത് കൊണ്ടും കൂടെ. അല്ലാതെ ചെടി വെച്ചു, അല്ലെങ്കിൽ അനാചാരങ്ങളുടെ പുറകെ പോയി, അല്ലെങ്കിൽ വസ്തുദോഷം നോക്കി, അല്ലെങ്കിൽ സമയങ്ങളുടെയും കാലങ്ങളുടെയും പുറകെ നോക്കിയിട്ടൊന്നും അല്ല കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. പല ആൾക്കാരും നമ്മുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമ്മൾ സ്ഥലത്തിൻ്റെ മൂലയിലിടും, അല്ലെങ്കിൽ വീടിൻ്റെ മൂലകളിലിടും. തിന്മയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിക്കും കർത്താവ് കൂട്ടു നിൽക്കില്ല എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്കോ നമ്മുടെ ഭവനത്തിലേക്കോ കടന്നു വരത്തില്ല. കാരണം ദൈവം തൻ്റെ മഹത്വം പ്രകാശിപ്പിക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല. അതിനർത്ഥം പറഞ്ഞാൽ എൻ്റെ വചനം പാലിക്കണം, അതിലാണ് സ്ഥിരത കണ്ടെത്തേണ്ടത്. അവിടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നമ്മുടെ ദൈവമായ കർത്താവ് കഷ്ടതയിൽ പാറയിൽ നിന്ന് ജലം കൊടുത്തു, അല്ലെ 40 വർഷക്കാലം മരുഭൂമിയിൽ മന്നായും തേൻകൂട്ടി അടയും കൊടുത്ത് പരിപാലിച്ചവനാണ്. അപ്പോൾ അത്രയേറെ ആർദ്രമായി സ്നേഹിക്കുന്ന കർത്താവാണ് നമ്മുടേത്. അപ്പോൾ ഒരു അനാചാരങ്ങളുടെയും പുറകെ പോയി നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. എല്ലാവർക്കും നന്ദി.